പരിശുദ്ധമായ റമദാനിലെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് അത്താഴം കഴിക്കുക എന്നുള്ളത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, നിങ്ങൾ അത്താഴം കഴിക്കുക, തീർച്ചയായും അത്താഴത്തിൽ നിങ്ങൾക്ക് ഐശ്വര്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്താഴം കഴിക്കുന്നവരുടെ മേൽ ഐശ്വര്യത്തെ വർഷിപ്പിക്കുന്നതാണെന്നും മലക്കുകൾ അവരുടെ മേൽ അള്ളാഹു ഐശ്വര്യം വർഷിപ്പിക്കാനായി അള്ളാഹുടെ ദുആ ചെയ്യുന്നതാണെന്നും ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി, അത്താഴം കഴിക്കുന്നത് കാരണമായി നിങ്ങൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാനപ്പെട്ട സുന്നത്തിനെ പിൻപറ്റിയവരായി തീരുകയാണ്. അത്താഴം കഴിക്കുന്നത് കാരണമായി രാവിലെ നിങ്ങൾക്ക് അള്ളാഹുവിനെ ആരാധിക്കാൻ, ഇബാദത്തുകൾ ചെയ്യാൻ ഉന്മേഷം ലഭിക്കുന്നതാണ്, ആരോഗ്യം ലഭിക്കുന്നതാണ്. റമളാനിന്റെ പകലുകളിൽ പരിശുദ്ധ ഖുർആൻ തിലാവത്ത് കൊണ്ടും മറ്റു ഇബാദത്തുകൾ കൊണ്ടും അലങ്കരിക്കാൻ ഓരോ വിശ്വാസിയും പരിശ്രമിക്കേണ്ടതുണ്ട്. അതിന് ഏറ്റവും സഹായിക്കുന്ന കാര്യമാണ് അത്താഴം കഴിക്കുക എന്നുള്ളത്. അത്താഴം കഴിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ സമയം അത് രാത്രിയുടെ അവസാന സമയമാണ്, അഥവാ സുബഹി ബാങ്കിന്റെ തൊട്ടു മുമ്പുള്ള സമയങ്ങളാണ് അത്താഴം കഴിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ സമയം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അധികവും അത്താഴം ആ സമയത്തായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അത്താഴത്തെ അവസാന സമയത്തിലോട്ട് പിന്തിപ്പിക്കാനാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്.